നാടിനെ നടുക്കിയ സീരിയൽ കൊലപാതകങ്ങളുടെ കഥയാണ് ആലപ്പുഴ ചേർത്തലയിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ പുറത്തുവന്നത്. 2006 മുതൽ 2024 വരെയുള്ള കാലം പുറം ലോകമറിയാതെ ഒരാൾ നടത്തിയ 3 കൊലപാതകം. കേസുകളിൽ തെളിവുകളുടെ അഭാവം അന്വേഷണ സംഘത്തെ വലയ്ക്കുമ്പോൾ ഉയരുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. അതിനുള്ള ഉത്തരം തേടുകയാണ് CID 24. ചേർത്തല പള്ളിപ്പുറത്തെ ചെങ്ങുന്തറ വീട്ടിൽ സെബാസ്റ്റ്യൻ. പള്ളിപ്പുറത്ത് 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന കുടുംബ വീട്. നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഇന്നും അവിടേക്ക് പ്രവേശനമില്ല. ദുരൂഹതയുടെ കാട് പിടിച്ച ആ വീടും സ്ഥലവും ഇന്നും അങ്ങനെ തുടരുകയാണ്. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭനെ 2006 കാണാതായ കേസിൽ പ്രതി കൂടിയായിരുന്നു സെബാസ്റ്റ്യൻ. അന്വേഷണവും തെളിവെടുപ്പുമൊക്കെ ഏറെ നാൾ നീണ്ടുനിന്നു. കാലക്രമേണ നാടും നാട്ടുകാരും ആ കേസ് മറക്കുകയും ചെയ്തു. അതിനിടെയാണ് കഴിഞ്ഞ ജൂലൈ 28-ന് പോലീസ് വാഹനവ്യൂഹം സെബാസ്റ്റ്യൻ്റെ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് ഇരച്ചെത്തിയത്. എന്താണ് കേസെന്നറിയാതെ മുഖത്തോട് മുഖം നോക്കിയ നാട്ടുകാർക്ക് നടുവിലേക്ക് പോലീസ് ആ പ്രതിയെ ഇറക്കി. കൈവിലങ്ങുമായി നാട്ടുകാർക്ക് മുന്നിൽ സാക്ഷാൽ സെബാസ്റ്റ്യൻ. കോട്ടയത്ത് നിന്ന് കാണാതായ ജയനമ്മ കേസിലായിരുന്നു ആ പരിശോധന. സെബാസ്റ്റ്യൻ കാണിച്ചയിടങ്ങളിലെല്ലാം പോലീസ് കുഴിയെടുത്തു. 4-ാമത്തെ ഇടത്ത് തൂമ്പയെറിഞ്ഞപ്പോൾ തന്നെ ചിന്നിത്തെറിച്ചത് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളാണ്. അതാരുടേതെന്ന് കണ്ടെത്താനുള്ള DNA പരിശോധന ആ ഫലം ഇന്നും കിട്ടിയിട്ടില്ല. അന്ന് കണ്ടെത്തിയത് 19 എല്ലിൻ കഷ്ണങ്ങൾ. എല്ലാം മറവ് ചെയ്ത ശേഷം പുറത്തെടുത്ത് വീണ്ടും കത്തിച്ച നിലയിൽ ഒരു സൈക്കോ കില്ലറുടെ ക്രൂരഭൂതകാലത്തിന്റെ അസ്ഥിവാരം തോണ്ടുന്നതായിരുന്നു അന്ന് പള്ളിപ്പുറത്ത് നടന്ന പോലീസ് പരിശോധന. ജയനമ്മ കേസിന്റെ അന്വേഷണം പിന്നീട് 2 തിരോധാന കേസുകളിലേക്ക് കൂടി വെളിച്ചം വീശി. 2006 കാണാതായ ബിന്ദു പത്മനാഭൻ, 2012 കാണാതായ ഐഷ. ജയനമ്മ ഉൾപ്പെടെ ഈ 3 പേരും ക്രൂരമായി കൊല്ലപ്പെട്ടതായി പിന്നീട് കണ്ടെത്തി. അങ്ങനെ തിരോധാന കേസുകൾ 3 കൊലപാതക കേസുകളായി. ഏകപ്രതി സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട 3 കൊലപാതക കേസുകളുടെ ഏകദേശ രൂപം ഇതാണ്. പക്ഷേ ചോദ്യങ്ങൾ നിരവധിയാണ്. ഈ 3 പേരെയും കൊലപ്പെടുത്തിയത് സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കാണോ? വസ്തു ഇടപാടുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് 3 പേരെ ക്രൂരമായി കൊലപ്പെടുത്താൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത്.
പക്ഷേ തുച്ഛമായ ബ്രോക്കർ ഫീസ് മാത്രമാണോ ഈ 3 കൊലപാതകങ്ങളിലേക്ക് സെബാസ്റ്റ്യനെ നയിച്ചത്? കേസിന്റെ ഭാവിയാണ് ഇനി ചോദ്യചിഹ്നം. കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. വർഷങ്ങൾ മുന്നേ നടന്ന കൊലപാതകത്തിൽ ആധികാരികമായ തെളിവുകളൊന്നും ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. കേസിൽ സെബാസ്റ്റ്യന്റെ പങ്ക് എങ്ങനെ തെളിയിക്കും? അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളികൾ ഇതൊക്കെയാണ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സെൻസേഷണൽ കേസ് എന്ന നിലയിൽ കീഴ്ക്കോടതികൾ ഒരുപക്ഷെ സെബാസ്റ്റ്യനെ ശിക്ഷിച്ചേക്കാം. പക്ഷേ മേൽക്കോടതികളിലേക്ക് എത്തുമ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ അത് നിലനിൽക്കുമോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു സൈക്കോ ക്രിമിനലിൻ്റെ കൊലപാതക കഥകൾ ഇതുകൊണ്ട് അവസാനിച്ചെന്നും സെബാസ്റ്റ്യനെ നന്നായി അറിയാവുന്നവർ വിശ്വസിക്കുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.